ഗുഡ് ഈവനിങ് മന്നാണ്ടാൾ 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ 10ാമത്തെ പാഠം റൈറ്റ് ഇൻ എ വേർഡ് പ്രൊസസർ, വേർഡ് പ്രൊസസറിൽ എഴുതാം എന്നുള്ള ഒരു പാഠമാണ്. ആമിന ആൻഡ് ഫിലോമിന ലേൺഡ് ആൻ ഇംഗ്ലീഷ് സോങ് യെസ്റ്റർഡേ. They sang the song a number of times and wrote it in their notebook. When they reached the lab, Amina had a doubt. Where will they type? How can they type? എവിടെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക? അതായത് ആമിനയും ഫിലോമിനയും ഒരു ഇംഗ്ലീഷ് സോങ് പഠിച്ചു. പല പ്രാവശ്യം അത് പാടി പാടി അവർ റെഡിയായി. അവരങ്ങനെ കമ്പ്യൂട്ടർ ലാബിലെത്തിയപ്പോൾ അവർക്കൊരു സംശയം, കമ്പ്യൂട്ടറിൽ എവിടെയാണ് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുക, എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക? നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ജി കോംപ്രസിൽ ഗോ ടു അമ്യൂസ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്നുള്ള പാഠത്തിൽ നമുക്കിതുപോലെ ടൈപ്പ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിൻ്റെ പേരാണ് വേർഡ് പ്രൊസസർ, മലയാളത്തിൽ എഴുത്തോല എന്ന് പറയും. ഇവിടെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അവിടെ നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്നുള്ളത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെൻ യു ടൈപ്പ് യൂസിങ് എ കീബോർഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു യൂസ് യുവർ ഫിംഗേഴ്സ് കറക്റ്റ്ലി. നമ്മളൊരു കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാൻ കഴിയും. കൈകൾക്കും അതുപോലെ തന്നെ ചിത്രത്തിലും പ്രത്യേകമായി കളർ കൊടുത്തിട്ടുണ്ട്. ഓരോ കൈവിരലിൽ കൊടുത്ത് അതേ കളർ കൊണ്ട് അതേ ഭാഗത്തുള്ള അക്ഷരങ്ങൾ മാത്രമായിരിക്കും ടൈപ്പ് ചെയ്യേണ്ടത്. ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് ഇത്രയും അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം, ഈ ലൈറ്റ് ബ്ലൂ കളർ. അതുപോലെ തന്നെ ഇടത് കൈയിൻ്റെ മോതിരവിരൽ ഉപയോഗിച്ച് ഈ 4 അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം. ചൂണ്ടുവിരൽ ഉപയോഗിച്ചാണെങ്കിൽ ഇത്രയും അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം. നടുവിരൽ മിഡിൽ ഫിംഗർ ഉപയോഗിച്ചാണെങ്കിൽ. ചൂണ്ടുവിരൽ ഉപയോഗിച്ചാണെങ്കിൽ ഈ 8 അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യണം. അതുപോലെ ഇടത് കൈയിൻ്റെയും ഈ അക്ഷരങ്ങളും കൈകളും നോക്കിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യാവൂ. ലുക്ക് അറ്റ് ദി കളർ ഓഫ് ദ കീസ് ആൻഡ് ഫിംഗേഴ്സ്. ദ റെഡ് കളേർഡ് കീസ് ഷുഡ് ബി ടൈപ്ഡ് വിത്ത് എ റെഡ് കളേർഡ് ഫിംഗർ. ചുവന്ന കളറുള്ള വിരൽ കൊണ്ട് ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയ അക്ഷരങ്ങളാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ദ റെഡ് കളേർഡ് കീസ് ഷുഡ് ബി ടൈപ്ഡ് വിത്ത് എ റെഡ് കളേർഡ് ഫിംഗർ. ആഫ്റ്റർ യു കംപ്ലീറ്റ് എ ലൈൻ പ്രസ് എൻ്റർ കീ. ഒരു വരി പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത വരിയിലേക്ക് കഴ്സർ വരാൻ നമ്മൾ എൻ്റർ കീ അമർത്തണം. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം നമുക്ക് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കാം. അതിനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്. സേവ് ചെയ്ത് വെച്ച ഫയൽ നമുക്ക് വീണ്ടും ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ തിരിച്ച് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷണൽ സ്യൂട്ട്, ജി കോംപ്രസ്. ഈ രൂപത്തിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ ജി കോംപ്രസ് ഓപ്പൺ ചെയ്തു. ഇവിടെയുള്ള ഉല്ലാസ കളികൾ, ഗോ ടു അമ്യൂസ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്നുള്ള ഭാഗത്ത് ഇവിടെ നമുക്കൊരു സോഫ്റ്റ്വെയർ കാണാൻ കഴിയും. മലയാളത്തിൽ എഴുത്തോല എന്ന് പറയും, ഇംഗ്ലീഷിൽ വേർഡ് പ്രൊസസർ. ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഉപയോഗിക്കുന്നതിന് വേണ്ടി സേവ് ചെയ്ത് സൂക്ഷിക്കുന്നതിനുമുള്ള വേർഡ് പ്രൊസസർ എന്ന സോഫ്റ്റ്വെയർ ആണിത്. ഇടതുവശത്ത് കാണുന്ന ബട്ടണുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്തവ ഭംഗി കൂട്ടുന്നതിന് സഹായിക്കുന്നു. നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഭാഗമാണ് ഇവിടെ. ഇവിടെ നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഭാഗം നോക്കുക. ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. പിന്നെ അമ്മുവും ഫിലോമിനയും പഠിച്ച ആ ഒരു കവിത, അതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. വർക്ക് വൈൽ യു വർക്ക് ടൈപ്പ് ചെയ്യാം. W. സാധാരണഗതിയിൽ കീബോർഡ് അമർത്തിയാൽ ഇതുപോലെയാണ് വരിക. നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ W ആണ് വേണ്ടത്. അതുകൊണ്ട് ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ട് W അമർത്തണം. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരക്ഷരം തെറ്റി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നോട്ട് പോവാൻ കീബോർഡിൽ മുകൾ ഭാഗത്ത് കാണുന്ന ബാക്ക് സ്പേസ് എന്ന കീയാണ് അമർത്തേണ്ടത്. വർക്ക് വൈൽ യു വർക്ക്. നെക്സ്റ്റ് വരിയിലേക്ക് പോവാൻ എൻ്റർ കീയാണ് അമർത്തേണ്ടത്. പ്ലേ വൈൽ യു പ്ലേ വൈൽ യു play.
play. Next, one thing each time. One thing, O capital വരാൻ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് one thing each time. Last വരി, that is the way. That is the way. ഈ രൂപത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു വരി കൂടി പോയിട്ടുണ്ട്, നമ്മളത് ബാക്ക് സ്പേസ് അമർത്തി കൊണ്ടുപോകുന്നു. ഇനി നമുക്കിതിനെ സെലക്ട് ചെയ്യാം. ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നതിനാണ് സെലക്ട് ചെയ്യുക എന്ന് പറയാം. മുഴുവൻ വേണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഇതുപോലെ കൊണ്ടുവരാം. ഒന്നാമത്തെ ഭാഗമാണെങ്കിൽ സെലക്ട് ചെയ്ത് തലക്കെട്ട് ഹെഡിങ് ആക്കി മാറ്റാം. ഒന്നാം തലക്കെട്ട്, രണ്ടാം തലക്കെട്ട്, പദം ഇങ്ങനെയൊക്കെ ആക്കി നമുക്ക് മാറ്റാവുന്നതാണ്. അക്ഷരങ്ങളുടെ കളർ മാറാൻ ഹൈപ്പർ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ പദങ്ങൾ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഗവേഷണം, വൈകാരികം ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയൊക്കെ മാറ്റാനുണ്ട്. പരസ്യം, അതുപോലെ തന്നെ അതിൻ്റെ താഴെ വേനൽ, ശരത്ത് ഇങ്ങനെയൊക്കെ പല രീതിയിലൊക്കെയുള്ള മാറ്റങ്ങൾ ഇവിടെ ചെറിയ ചെറിയ രീതിയിലൊക്കെ വരും. നമുക്കിത് സേവ് ചെയ്യാൻ ഇവിടെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പേര് നമ്മൾ കൊടുക്കുക വർക്ക് 2. വർക്ക് 2 കൊടുത്തിട്ട് സേവ് ചെയ്യൂ എന്നുള്ള കീയിലാണ് നമ്മൾ അമർത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഫയൽ സേവ് ആയിട്ടുണ്ട്. നമ്മൾ സോഫ്റ്റ്വെയറൊക്കെ ക്ലോസ് ചെയ്തൊക്കെ പോയി പിന്നെ ഒരിക്കൽ വന്ന് നമ്മൾ ഇതുപോലെ തുറക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് നമ്മൾ ചെയ്ത ഫയൽ ലഭിക്കണം. അതിന് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ രണ്ടാമത് കാണുന്ന തുറക്കാനുള്ള ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. വർക്ക് 2 എന്ന പേരിൽ ഇവിടെ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ലോഡ് ചെയ്യൂ എന്ന് കൊടുക്കുന്നതോടുകൂടി ഇത് വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മാറ്റങ്ങൾ വെച്ച് ടൈപ്പ് ചെയ്യാം. അടുത്ത വരിയിലേക്ക് വരാൻ എൻ്റർ കീ അമർത്തി ടൈപ്പ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി സേവിൽ അമർത്താം. എന്നിട്ട് വീണ്ടും സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. കഴിഞ്ഞതെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഹോം ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ബാക്കോട്ട് പോയി സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ.